ഇപ്പോൾ വരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ കമനായി അധികാരത്തിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവിടെ വളരെ ശക്തമായി തന്നെ അവിടെ ഭരണം കൈയാളുന്ന സംഘടനയാണ്. അതിൻ്റെ പരമാധികാരിയായിരുന്നു, പരമോന്നത അധികാരിയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖാംനായി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റവും വലിയ സംഘടനാ സംവിധാനമുള്ള ഒരു സൈനിക ഫോഴ്സ് തന്നെയാണ് ഈ IRG എന്ന് പറയുന്നത്. ഈ IRGയുടെ തലപ്പത്തേക്ക് ആയത്തുള്ള അലി ഖാംനായുടെ മകൻ തന്നെ വരുന്ന സമയത്ത് അത് കൂടുതൽ ശക്തി പ്രാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയത്തുള്ള എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം മാത്രമാണ്. അവിടേക്ക് ആര് വരുന്നു എന്നുള്ളതല്ല. ഈ 36 വർഷം ഖാംനായി ആയത്തുള്ള അലി ഖാംനായി ആയിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം മാറി മകൻ വന്നു കഴിഞ്ഞാലും കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് തന്നെ പോകാൻ പറ്റുമെന്ന നിലയിലാണ് IRGയുടെ പ്രവർത്തനങ്ങൾ ഇറാനിൽ നടക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളായി നമ്മൾക്ക് മുൻപിൽ പല തെളിവുകളായി നിൽക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി മുന്നോട്ട് ഈ മുജ്തബയെ പിൻഗാമിയായി ആയത്തുള്ള അലി ഖാംനായുടെ പിൻഗാമിയായി മുജ്തബ ഖാംനായിയെ പ്രഖ്യാപിക്കുമ്പോൾ ഏത് രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും അതിനോട് പ്രതികരിക്കാൻ പോകുന്നത്? നേരത്തെ തന്നെ ട്രംപിൻ്റെ താല്പര്യം ട്രംപ് വ്യക്തമാക്കിയതാണ്. ഇറാൻ വിമതനായ അമേരിക്കൻ കുടിയേറ്റക്കാരനായ റസ പല്ലവിയെ അവരോധിക്കാൻ ഇറാന്റെ പരമോന്നത സ്ഥാനത്തേക്ക് അവരോധിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം വരുന്നത്. ആ നീക്കത്തെ ഏത് രീതിയിലാണ് ഇറാൻ പ്രതിരോധിച്ച് അമേരിക്കയും US പ്രതിരോധിച്ച് നിർത്തുക, ഇറാൻ ഏത് രീതിയിൽ അതിനെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രേണുക, നിലവിൽ നമ്മൾ പുറത്തേക്ക് കേൾക്കുന്ന പേര് ആയത്തുള്ള അലി ഖാംനായുടെ മകൻ മുജ്തബ ഖാംനായി പരമോന്നത സ്ഥാനത്തേക്ക് വരുമെന്നാണ്. അത് ഏത് രീതിയിൽ എത്രത്തോളം പോസിബിൾ ആകും? ആ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആകുമോ? ഒരു അയവ് വരുമോ സംഘർഷാവസ്ഥയ്ക്ക്? തീർച്ചയായിട്ടും മിനിഷ, പൂർണ്ണമായി ഔദ്യോഗികമല്ലെങ്കിൽ പോലും ഇറാൻ മാധ്യമങ്ങളടക്കം സൂചിപ്പിക്കുന്നത് ആയത്തുള്ള അലി ഖമനായിയുടെ 6 മക്കളിൽ രണ്ടാമനായിട്ടുള്ള മുജ്തബ ഖമനായി ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ നിലവിലെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് പരമോന്നത പദവിയിലേക്ക് വരും, അല്ലെങ്കിൽ പ്രസിഡൻ്റായിട്ട് വരും എന്നുള്ള നിലയിലുള്ള അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ്, മാധ്യമങ്ങളിലൂടെ മാത്രം വരുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഔദ്യോഗികമായിട്ട് വരുന്ന വിവരം, ഇനി 3 അംഗ കൗൺസിൽ ആ രാജ്യത്തെ നിലവിലെ സാഹചര്യം കൂടി പരിഗണിച്ച് ഒരു 3 അംഗ കൗൺസിൽ ആ രാഷ്ട്രത്തെ ഭരിക്കും, അല്ലെങ്കിൽ നിലവിലെ യുദ്ധസമാനമായി യുദ്ധ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു 3 അംഗ കൗൺസിലായിരിക്കും അവിടെ നിലവിൽ വരിക എന്നുള്ളതാണ്. ഒരു സൈനിക തലവനും ഒരു ജുഡീഷ്യറി തലവനും ഒരു പ്രസിഡന്റ് അടക്കുന്ന ഒരു 3 അംഗ സംഘം, അല്ലെങ്കിൽ 3 അംഗ കൗൺസിൽ അവിടെ നിലവിൽ വരുമെന്നുള്ളതും, അതിൻ്റെ തലവനായിക്കൊണ്ട് ആയത്തുള്ള അലി ഖമനായിയുടെ രണ്ടാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖമനായി വരും എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ട്രംപ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ US-ൻ്റെ അനുയായിയായിട്ടുള്ള, അല്ലെങ്കിൽ US-ൻ്റെ പൗരനായിട്ടുള്ള, US-ൽ നിലവിലുള്ള ഇറാൻ പൗരൻ എന്നും അല്ലെങ്കിൽ അവസാനത്തെ ഷായാണെന്നൊക്കെ സ്വയം അവരോധിക്കപ്പെടുന്ന റസ പഹ്ലവിയെ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഈ യുദ്ധത്തിന് പിന്നിലെന്നുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിലെന്നുള്ളതും ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി ട്രംപ് അതിന് പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു നിലപാടിനെ കുറിച്ച് ട്രംപോ ഇസ്രായേലോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ട്രംപ് മറ്റൊരു കാര്യം പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണത്തോടുകൂടി ഇറാനെ കുറച്ചുകൂടി എളുപ്പമായി, അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ വേണ്ടി, നയതന്ത്രപരമായി കീഴ്പ്പെടുത്താൻ വേണ്ടി കുറച്ചുകൂടി എളുപ്പമായി ഇനി ഞങ്ങൾ ആ രാഷ്ട്രത്തെ നയതന്ത്രപരമായി പെട്ടെന്ന് കീഴ്പ്പെടുത്തുമെന്നുള്ളത് ട്രംപ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ടും സൈനികപരമായിട്ടുമൊക്കെയുള്ള വലിയൊരു മാറ്റമായിരിക്കും. 36 വർഷക്കാലം ആ രാഷ്ട്രത്തെ ഭരിച്ച പരമോന്നത നേതാവ്, ആ രാഷ്ട്രത്തിൻ്റെ തലവൻ കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള
മകനായിട്ടുള്ള മുജ്തബ ഖമനായി ആ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തേക്ക് ഈ യുദ്ധ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഷിയ ഇസ്ലാമിക് തത്വചിന്തകനൊക്കെ ആയിട്ടുള്ള ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഈ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ വലിയ ഒരു മാറ്റമായിരിക്കും അവിടെ വരിക എന്നുള്ളത്. ഒരുപക്ഷെ അമേരിക്ക കൊണ്ടുവന്നിരുത്തുന്ന ഒരാളല്ല ആ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളത്. ആ രാഷ്ട്രത്തെ ഇത്രയും നാൾ ഭരിച്ചിട്ടുള്ള ഇറാൻ്റെ കൂടി രാഷ്ട്രത്തെ അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്കായിരിക്കാം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടി രണ്ടാമത്തെ മകനായിട്ടുള്ള മുജ്തബ ഖമനായി ഇത്തരത്തിൽ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പദവിയിലേക്ക് വരിക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നത് ഇത്തരത്തിൽ ഇറാൻ തിരിച്ചടി തുടങ്ങി എന്നുള്ള വാർത്തകളാണ്. ഇസ്രായേൽ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇസ്രായേലിലെ ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ഇറാൻ്റെ പ്രത്യാക്രമണം തുടങ്ങിയിട്ടുള്ളത്. അതിലൊരാൾ കൊല്ലപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും മറ്റ് ഏകദേശം 120ഓളം ആളുകൾക്ക് പരിക്ക് പറ്റി എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. വിനിഷ,